അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് സിയ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ സെൻറ്റ് ജോർജ് ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2020 ജാനുവരി 8-നാണ്. അന്ന് എല്ലാവരെ പോലെയും എനിക്കും ഉടമ്പടി എടുക്കാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു. എൻ്റെ മമ്മി ആ ടൈമിൽ CA പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയി. അപ്പോൾ ഞാൻ വന്നാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. പിന്നെ മമ്മി നോർമൽ സ്റ്റേജിലോട്ട് മാറി. പിന്നെ കൊറോണയൊക്കെ ആയി. ഞാൻ ഉടമ്പടി പയ്യെ ഉഴപ്പി മീൻസ് ബൈബിൾ വായനയൊക്കെ കുറഞ്ഞു. മറ്റ് പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യായിരുന്നു. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അനുസരിച്ച് എണീക്കാനൊക്കെ. അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ഉണ്ടായിരുന്നു നാട്ടിൽ. പക്ഷേ പുറത്തോട്ട് പോകാനൊരു 2 year ആയിട്ട് നോക്കുന്നു. പുറത്തേക്ക് പോകാൻ നോക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒരു കൺട്രി പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ ഏജൻസി അവർ പെട്ടെന്ന് പ്രിഫർ ചെയ്യും. പക്ഷേ എൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൺട്രിയൊക്കെ ചൂസ് ചെയ്യാൻ ഭയങ്കര എന്താ പറയുക, ഒന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ UK എടുക്കുവാണെങ്കിൽ UKയുടെ നെഗറ്റീവ് കേൾക്കും, കാനഡയുടെ നെഗറ്റീവ്, അങ്ങനെ നെഗറ്റീവ്സ് വെച്ചിട്ട് ഞാൻ പോകണ്ട എന്നുള്ളൊരിതിൽ 2 year ഞാൻ അങ്ങനെ സ്റ്റക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്താൽ പറ്റില്ല, നമുക്ക് എന്തായാലും പോയേ പറ്റൂ. അപ്പോൾ എൻ്റെ ഉടമ്പടിയാണ് ഞാൻ മര്യാദയ്ക്ക് ഫോളോ ചെയ്തില്ല ഫസ്റ്റ് ടൈം എടുത്തത്. അങ്ങനെ വന്നപ്പോൾ പപ്പയും മമ്മിയും പറഞ്ഞു, നീ ഉടമ്പടി മര്യാദയ്ക്ക് ഫോളോ ചെയ്യാത്തതിൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോയി ഉടമ്പടി ഒന്നുകൂടി പുതുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ വന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ്. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് പുതിയ ഉടമ്പടിയും പുതിയ ലൈഫും എന്നുള്ള രീതിയിൽ ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ഓൾറെഡി ഉടമ്പടി പേപ്പർ ഉള്ളതുകൊണ്ട് ഉടമ്പടി പുതുക്കാൻ എനിക്ക് പറ്റൂ. പിന്നെ എൻ്റെ കാശ് രൂപ ആ ടൈമിൽ മിസ്സായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എൻക്വയറിയിൽ പറഞ്ഞു ഉടമ്പടിയുടെ കാശ് രൂപ മിസ്സായതുകൊണ്ട് ഉടമ്പടി പുതിയത് എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതിയത് എടുത്ത ടൈമിലാണ് ഞാൻ ആപ്ലിക്കേഷൻ വെക്കുന്നത്. ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്ത് വിത്തിൻ ആ വീക്ക് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരെയും പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 3 ഇൻ്റർവ്യൂവിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഫ്രണ്ട്സൊക്കെ 2-3 പേര് ഇൻ്റർവ്യൂ ഫെയിലായി. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രത്യക്ഷീന പ്രാർത്ഥന ചൊല്ലിയാണ് ഫസ്റ്റ് 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ നമുക്ക് നോർമൽ കോളായിരുന്നു ഫസ്റ്റ് 2 അപ്പോൾ അത് 2 എനിക്ക് പാസ്സാവാൻ പറ്റി. ഇൻ്റർവ്യൂയുടെ റിസൾട്ട് വരുമ്പോൾ ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ പ്രത്യക്ഷീന പ്രാർത്ഥനയും ചൊല്ലി അതുപോലെ രൂപവും കൈ പിടിച്ചാണ് മെയിൽ ഓപ്പൺ ചെയ്യാറ്. 3rd റൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ AI ആയിരുന്നു. AI ആകുമ്പോൾ നമുക്ക് ഒരു 10 സെക്കൻഡൊക്കെയാണ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റൂ. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ആ ഒരു ക്വസ്റ്റിനെ പറ്റി 3 minutes നമ്മൾ കണ്ടിന്യൂസ് പറയണം. അപ്പോൾ ആ ഇൻ്റർവ്യൂവും പലരും ഫെയിലായി. നമ്മുടെ കൂടെ ഇതുപോലെ ആപ്ലിക്കേഷൻ വെച്ച് പലരും ഫെയിലായി. സെക്കൻഡ് ചാൻസാണ് അവർക്കും ഇൻ്റർവ്യൂ വന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു സെക്കൻഡ് ചാൻസ് കിട്ടുമല്ലോ എന്ന്, ഇനിയിപ്പോൾ സെക്കൻഡ് ചാൻസ് നോക്കാമെന്നുള്ളൊരു ഇതിൽ ഞാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തത് മാതാവിൻ്റെ കാശ് രൂപം അതുപോലെ തൈലമൊക്കെ പരറ്റി പ്രത്യക്ഷീന പ്രാർത്ഥന ചൊല്ലിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ സാറ്റർഡേ ആയിരുന്നു. വെനസ്ഡേ റിസൾട്ട് വന്നപ്പോൾ ഇതുപോലെ മെയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രത്യക്ഷീന പ്രാർത്ഥന ചൊല്ലിയാണ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സാവാൻ പറ്റി. പിന്നെ അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു. പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിലാണേലും ഞങ്ങൾക്ക് കിട്ടാനുള്ളൊരു എമൗണ്ട് അവർ ചെക്കായിട്ടാണ് തന്നെ. ചെക്ക് ഒരു 1 വീക്കായിട്ടും എന്ത് ചെയ്താൽ പാസ്സായി വരുന്നുണ്ടായില്ല. അപ്പോൾ ബൗൺസാണോ അതെയോ പാസ്സാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഡേ ആയപ്പോൾ ഇതുപോലെ ബാഗിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്നും പാസ്സായിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു അവിടെ നിന്ന്. ഫോൺ വിളിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് ബാങ്കിലോട്ട്. അപ്പോൾ അവർ പറഞ്ഞു പാസ്സായിട്ടില്ല. ഞാൻ നിന്ന് കരയാൻ തുടങ്ങി ഫോണിൽ കൂടെ. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബാങ്ക് മാനേജർ ഈ ചെക്ക് എടുക്കാൻ വേണ്ടി ഹെഡ് ഓഫീസിലോട്ട് പോയേക്കായിരുന്നു. ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ അറിയാലോ എന്തോരം തിരക്കുള്ള ആളാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഇതുപോലെ ചെക്ക് എടുക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് പോയേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ ബാങ്ക് മാനേജർ പോയി എനിക്ക് വേണ്ടി ഹെഡ് ഓഫീസിൽ നിന്ന് ചെക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ചെക്കിൻ്റെ ഓണർക്ക് ഞാൻ കൊണ്ടു കൊടുക്കണം ചെക്ക്. അവിടെ ചെന്നപ്പോൾ അവരുടെ ഓണർ അവരുടെ അക്കൗണ്ടുള്ള ബാങ്കിലേക്ക് ആ ഓണർ പോയേക്കാണ് എനിക്ക് RTGS ചെയ്ത് എമൗണ്ട് ചെയ്യാൻ വേണ്ടി. ഇവരൊക്കെ ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ ആ തിരക്ക് മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ റിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് റിന്യൂ ചെയ്ത ടൈമിലാണ് എല്ലാം എനിക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂ ആണെങ്കിലും വിസ ആണെങ്കിലും എല്ലാം പെട്ടെന്ന് വന്നു. ഇതിപ്പോൾ വിസ എനിക്ക് ഇന്നലെയാണ് വന്നത്. ഞാൻ 17th പോവുകയാണ്. ഞാൻ വിസ വന്നാലും വീട്ടിൽ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഉടമ്പടി എടുത്ത ടൈമിൽ ഇവിടെ നിന്ന് ഞാൻ മാതാവിനെ നോക്കി പറഞ്ഞിരുന്നു എനിക്ക് വിസ വരുവാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നാണ് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ ആരുടെ അടുത്തും പറയുള്ളൂ എന്ന്. പപ്പയ്ക്കും മമ്മിക്കൊന്നും വിസ വന്നത് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം പറയാൻ. പിന്നെ അതുപോലെ കിട്ടിയൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എൻ്റെ പപ്പ KCB-യിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. KCB-യിൽ ഫസ്റ്റ് പപ്പ കോൺട്രാക്ട് ബേസിലായിരുന്നു. അത് കഴിഞ്ഞ് പപ്പ ഗവൺമെൻറ് എംപ്ലോയി ആയി. അതിങ്ങനെ റിട്ടയർഡായി കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ജോലിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുക ഞങ്ങൾക്ക് വേറൊരു ഇത് വന്നു, KCB-യിൽ റിട്ടയർഡ് ആയവർ വീണ്ടും എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും മാതാവിൻ്റെ പ്രത്യക്ഷണ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നവംബർ 1 തൊട്ട് അപ്പോൾ KCB-യിൽ ഗവൺമെൻറ് എംപ്ലോയി ആയി തന്നെ കയറി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ ഫസ്റ്റ് വെച്ചത് മാതാവിനോടും ഈശോയോടും എന്നും ആശ്രയിച്ച് ജീവിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയായിരുന്നു. കാരണം മാതാവ് ഈശോയില്ല നമുക്കൊരിക്കലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്ക് ഉടമ്പടിയിലൂടെയും ഉടമ്പടി എടുക്കാൻ വന്ന ടൈമിൽ എനിക്ക് കിട്ടി. അപ്പോൾ ഇനി എന്ന് ഉടമ്പടി എടുക്കാൻ വന്ന നിയോഗങ്ങൾ വെച്ചാലും ഫസ്റ്റ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. കാരണം ആ ഒരു ചൈതന്യം നമ്മിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത് നമ്മൾ പാവപ്പെട്ടവർക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നെ അതുപോലെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഒരു പേഴ്സണൽ പ്രെയറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ പ്രെയറിനൊരു റുട്ടീനുണ്ട് ഡെയിലി നമുക്ക് ഇന്ന ടൈമിൽ. അതുപോലെ എപ്പോഴും നടക്കുമ്പോൾ വേണേലും കൊന്ത ചെല്ലാനും ഒക്കെ എന്താ പറയുക കൂടുതൽ അടുക്കാൻ പറ്റി ഉടമ്പടി പ്രകാരം. പിന്നെ പത്രം കൊടുത്തത് ടൗണിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറേ ചേച്ചിമാരൊക്കെ ഉടമ്പടി എടുത്തപ്പോൾ വീടിൻ്റെ അടുത്ത് എല്ലാവർക്കും കിട്ടും പത്രം. അതുകൊണ്ട് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് ടൗണിലും കടകളിലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇന്നിവിടെ വന്ന് എൻ്റെ ഉടമ്പടി NRI ഉടമ്പടിയായിട്ട് മാറ്റി. ഇനിയിപ്പോൾ 17th ഞാൻ പോവുകയാണ്. ഇതാണ് എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം.